കോൺഗ്രസ് നേതാവ് രാഹുലിന്റെ പൗരത്വം ചോദ്യം ചെയ്ത ആഭ്യന്തര മന്ത്രാലയത്തിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് അലഹബാദ് ഹൈക്കോടതി ഡിസംബർ 19-നകം വിവരങ്ങൾ നൽകണം. രാഹുലിന് ബ്രിട്ടീഷ് പൗരത്വമുണ്ടെന്നും ഭാരത പൗരത്വം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർജി. കർണാടക സ്വദേശിയായ വിഘ്നേഷ് ശിശിരാണ് ഹർജിക്കാരൻ. ഈ മാസം 25-ന് ആഭ്യന്തര മന്ത്രാലയത്തിന് പരാതി ലഭിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യം അന്വേഷിച്ചു വരികയാണെന്നും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണഞ്ചേരിയാണ്. ജിഷ്ണു, വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ് അലഹബാദ് ഹൈക്കോടതിയുടെ മുമ്പിൽ വരുന്നത്. രാഹുലിൻ്റെ പൗരത്വം സംബന്ധിച്ച കേസാണ്. ഈ കേസിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് അലഹബാദ് ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ. വിനോദ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള രാഹുലിന് ഇരട്ട പൗരത്വമുണ്ട്. അതായത് രാഹുലിന് ബ്രിട്ടീഷ് പൗരത്വവും ഭാരതത്തിന്റെ പൗരത്വവുമുണ്ട്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ പൗരത്വം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് അലഹബാദ് ഹൈക്കോടതിക്ക് മുൻപിലുള്ളത്. ഹർജിക്കാരൻ കർണാടക സ്വദേശിയായിട്ടുള്ള വിഘ്നേശ്വർ ശിശിരാണ് ഇത്തരത്തിലൊരു ഹർജിയുമായി അലഹബാദ് ഹൈക്കോടതിക്ക് മുൻപിൽ എത്തിയിട്ടുള്ളത്. ഈ ഹർജിയിന്മേലാണ് ഇന്നിപ്പോൾ കോടതിയുടെ നടപടി ഉണ്ടായിട്ടുള്ളത്. 3 ആഴ്ചയ്ക്കകം ഇതിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് സമാനമായ പരാതി ഇതിനോടകം ആഭ്യന്തര മന്ത്രാലയത്തിന് മുൻപിലും ലഭിച്ചിട്ടുണ്ട്. ആ പരാതിയിൽ പരിശോധന നടത്തി വരികയാണ് എന്നുള്ളതാണ് ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ഇന്ന് അലഹബാദ് ഹൈക്കോടതി അറിയിച്ചത്. എങ്കിൽ ലഭിച്ച പരാതിയിന്മേൽ എടുത്തിട്ടുള്ള നടപടികളും ഒപ്പം രാഹുലിന്റെ പൗരത്വവുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങളും ഉൾപ്പെടുത്തി 3 ആഴ്ചയ്ക്കകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന ആവശ്യമാണ് അലഹബാദ് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന് മുൻപിൽ വെച്ചിട്ടുള്ളത്. റിപ്പോർട്ട് ലഭിച്ച ശേഷം ഡിസംബർ 19-ന് അടുത്ത മാസം 19-ന് ഈ കേസ് വീണ്ടും കോടതി പരിഗണിക്കും. വിനോദ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഏറെ നിർണായകമായ കേസ്. കോൺഗ്രസിനെ സംബന്ധിച്ചും വ്യക്തിപരമായി രാഹുലിനെ സംബന്ധിച്ചും നിർണായകമായ കേസാണ് ഡൽഹി ഹൈക്കോടതിക്ക് മുൻപിലേക്ക് വന്നിട്ടുള്ളത്. അലഹബാദ് ഹൈക്കോടതിക്ക് മുൻപിലേക്ക് വന്നിട്ടുള്ളത്. ഈ ഹർജിയിൽ വിഷയത്തിൽ CBI അന്വേഷണത്തിന് ഉത്തരവിടണം എന്ന ആവശ്യം കൂടി ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കൂടാതെ UK ഗവൺമെന്റിൽ നിന്ന് ലഭിച്ച ചില ഇമെയിലുകളും എംബസിയിൽ നിന്ന് ലഭിച്ച ചില വിവരങ്ങളുടെയും ഡേറ്റകൾ ഹർജിക്കാരൻ ഈ ഹർജിക്കൊപ്പം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് പൗരത്വവും ഇന്ത്യൻ പൗരത്വവും ഉള്ളതിനാൽ, ഇരട്ട പൗരത്വം ഉള്ളതിനാൽ രാഹുലിന്റെ പൗരത്വം റദ്ദാക്കണമെന്നും വിഷയത്തിൽ CBI അന്വേഷണത്തിന് ഉത്തരവിടണം എന്നുള്ള ഹർജിയുമാണ് അലഹബാദ് ഹൈക്കോടതിക്ക് മുൻപിലുള്ളത്. ഏതായാലും 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമാനമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഹർജി ഡൽഹി ഹൈക്കോടതിയിലും നിലനിൽക്കുന്നുണ്ട്. വിനോദ്, ജിഷ്ണു, അതേപോലെ തന്നെ ഈ ഇരട്ട പൗരത്വം തെളിഞ്ഞാൽ ഭാരതത്തിലെ പൗരത്വം നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ടോ? നിയമവിദഗ്ധർ എന്താണ് ചൂണ്ടിക്കാട്ടുന്നത്? ഇത്തരത്തിൽ ബ്രിട്ടീഷ് പൗരത്വം ഉണ്ട് എന്ന് തെളിഞ്ഞാൽ ഭാരതത്തിലെ പൗരത്വം റദ്ദാക്കാനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ടോ? ജിഷ്ണു. വിനോദ, തീർച്ചയായും അത്തരത്തിൽ ഇരട്ട പൗരത്വം നിയമത്തിന് മുൻപിൽ തെളിയുകയാണെങ്കിൽ അത് രാഹുലിന് വലിയ തിരിച്ചടിയാകും. പൗരത്വം റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കോടതിക്ക് അല്ലെങ്കിൽ നിലവിൽ ആഭ്യന്തര മന്ത്രാലയത്തിനും പരാതി ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിനും കടക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള വിശദാംശങ്ങൾ കോടതിക്കും ആഭ്യന്തര മന്ത്രാലയത്തിനും മുൻപിൽ കൃത്യമായി വെളിപ്പെടണം എന്നുള്ളതാണ് വ്യവസ്ഥയുള്ളത്. കാരണം നിലവിൽ ഇത്തരത്തിലൊരു ഹർജി മാത്രമാണ് അലഹബാദ് ഹൈക്കോടതിയിലുള്ളത്. ആ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ് ബ്രിട്ടീഷ് പൗരത്വം ഒപ്പം ഭാരത പൗരത്വം രാഹുലിനുണ്ട്. അത്തരത്തിൽ ഇരട്ട പൗരത്വം ഉള്ളതിനാൽ ആ വിഷയത്തിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്തുന്നതിന് CBI അന്വേഷണത്തിന് ഉത്തരവിടണമെന്നും രാഹുലിന്റെ പൗരത്വം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഏതായാലും അലഹബാദ് ഹൈക്കോടതിക്ക് മുൻപിലുള്ളത്. ഈ നിയമവ്യവഹാരത്തിന്റെ അവസാനത്തിൽ രാഹുലിന് ഇരട്ട പൗരത്വമുണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ബോധ്യപ്പെടുകയാണെങ്കിൽ അത് രാഹുലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെയും രാഹുലിനെതിരെ ഉയർന്നിരുന്നു. രാഹുലിന് വിദേശ പൗരത്വമുണ്ട് എന്ന ആരോപണങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നതാണ്. ഇപ്പോൾ അതൊരു നിയമ നടപടികളിലേക്ക് എത്തുകയാണ്. കോടതി ആഭ്യന്തര മന്ത്രാലയത്തിനോട് തന്നെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. രാഹുലിന്റെ പൗരത്വം സംബന്ധിച്ചും ലഭിച്ച പരാതിയിന്മേൽ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ സംബന്ധിച്ചും വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. കേസ് വീണ്ടും അടുത്ത മാസം 19-ന് കോടതി പരിഗണിക്കും. കോടതിയുടെ ഭാഗത്തുനിന്ന് എന്ത് നിരീക്ഷണം ഉണ്ടാകുമെന്നുള്ളതും കോടതിക്ക് മുൻപിലേക്ക് ആഭ്യന്തര മന്ത്രാലയം സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ എത്രത്തോളം കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നുള്ളതെല്ലാം ഈ കേസിനെ സംബന്ധിച്ച് ഏതായാലും നിർണായകമാകും. ഏതായാലും ഈ നിയമവ്യവഹാരത്തിന്റെ ഒടുവിൽ ഇരട്ട പൗരത്വം തെളിയുകയാണെങ്കിൽ മാത്രം രാഹുലിന് അത് കനത്ത തിരിച്ചടിയാകും. വിനോദ്, തീർച്ചയായും രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രാഹുലിനെതിരെയാണ് ഇരട്ട പൗരത്വം ആരോപിച്ചുള്ള ഹർജി അലഹബാദ് ഹൈക്കോടതിയിൽ എത്തുന്നത്. ഹൈക്കോടതി ഇക്കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ഈ കേസ് അടുത്ത മാസം 19-ന്
വീണ്ടും പരിഗണിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ് രാഹുലിനെതിരെ വന്നിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ.